ഹായ് ഹലോ നമസ്കാരം. ഫൈസൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മളിപ്പോൾ കയ്യിൽ പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പല വീഡിയോകളിൽ നമ്മൾ കാണുന്നുണ്ട് ഓപ്പൺ പീസാണ്, അമേരിക്കയിൽ നിന്ന് നേരിട്ടുള്ള ഇറക്കുമതിയാണ്, iPhone 16 ആണ്, iPhone 15 ആണ്, 14 ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പൺ പീസാണ്, 0 സ്ക്രാച്ചാണ്, A+ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോൺ കിട്ടും. ഓക്കെ, 500 ദറംസിനോ 600 ദറംസിനോ 1000 ദറംസിനോ 1500 ലഭിച്ചെന്നിരിക്കും. പക്ഷേ നിങ്ങൾ അതിൻ്റെ റിലയബിലിറ്റിയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. അത് കൃത്യമായിട്ട് ഒരു ഐഫോണാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അത് എനിക്ക് പറയാൻ സാധിക്കും, അതൊരു ഐഫോൺ ആയിരിക്കും. പക്ഷേ അതിനകത്തുള്ള കണ്ടൻറ്റ് ഈ iPhone 15 ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിനകത്തുള്ള ബോർഡും അതിനകത്തുള്ള സാധനങ്ങളും 15 തന്നെ ആയിരിക്കുമോ? അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. കാരണം ചൈനയിൽ ഇതിനു വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്കകത്ത് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയ സ്റ്റോക്ക് തീർന്ന, അതായത് പഴയ റിട്ടേൺ വന്നിട്ടുള്ള പല ഐഫോണുകളും, അതായത് ചിലപ്പോൾ iPhone 8 ഉണ്ടായിരിക്കാം, iPhone 10 ഉണ്ടായിരിക്കാം, iPhone 11 ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ബോർഡും അതിൻ്റെയൊക്കെ അകത്തുള്ള സാധനങ്ങൾ എടുത്തിട്ട് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, അതായത് അതിന് മുന്നത്തെ മോഡലിൻ്റെ ബോഡിക്കകത്ത് പഴയത് ഫിക്സ് ചെയ്ത് വിടുന്നൊരു സെറ്റപ്പാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് 15 Pro എന്താണ് ഇത്രയും ക്യാമറയും ഇത്രയും ക്വാളിറ്റിയും എന്താണ് മറ്റേ ചിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങും. പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്ന സാധനങ്ങളും ഐഫോണിൻ്റെത് തന്നെ ആയിരിക്കും. പക്ഷേ അത് ഈ എന്താണ് സീരീസിൻ്റെതായിരിക്കില്ല, പഴയതായിരിക്കും. നമുക്ക് 100-200 ദറംസിന് വാങ്ങിക്കാനുള്ള ഐഫോൺ നമുക്ക് വേറെ പെട്ടിക്കകത്തിട്ട് അടച്ചു തരുമ്പോൾ അത് എന്താ 16 ആയി അല്ലെങ്കിൽ 15 ആയി. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിക്കുന്നവർ എപ്പോഴും അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ഐഫോണോ അല്ലെങ്കിൽ സാംസങ് ഗാലക്സി S സീരീസോ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, പ്രീമിയം ഫോണുകളാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പുതിയത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. പുതിയതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല പുതിയത് വാങ്ങിക്കുമ്പോഴും വില കുറച്ച് കിട്ടി, അവിടെ 300 രൂപ കുറച്ച് കിട്ടി, ഇവിടെ 400 രൂപ കുറച്ച് കിട്ടി എന്നല്ല, ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക, ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ പലപ്പോഴും ചതി സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ചതി സംഭവിക്കുന്നവർക്കാണെന്നറിയോ? ഈ കഫ്റ്റേരിയയിൽ പണിയെടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ജോലി ചെയ്ത് ഐഫോൺ സ്വപ്നം കണ്ടുപോയി ഐഫോൺ വാങ്ങിക്കുന്നവരില്ലേ, അവർക്കായിരിക്കും. അവർ പട്ടിണി കിടന്നിട്ടായിരിക്കും പൈസ ഉണ്ടാക്കി ഐഫോൺ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ കടക്കാർ പറയും, നമ്മളതിൽ ഒരു 500 രൂപ കുറവുണ്ട്, നമ്മൾ സെറ്റായി തരാമെന്ന് പറയും. അവിടെ പോയി വാങ്ങിക്കും, ചതി പറ്റും. അപ്പോൾ മിക്കവാറും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ഡീലറുടെ കയ്യിൽ നിന്ന് മാത്രം ഐഫോൺ പോലുള്ള പ്രീമിയം ഫോണുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ചൊരു ഇൻസിഡൻറ്റ് കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.